ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ഒരു ഫ്രൈ ആയിട്ടാണ് വന്നത്. സോയാ ചിങ്സ് ഫ്രൈ. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടെല്ലാം കൂട്ടാം, റൈസിൻ്റെ കൂടെയല്ലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫ്രൈക്ക് വേണ്ടി ഞാനൊരു 1/4 കപ്പ് സോയ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം വണ്ണമുള്ള സോയയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോയ നന്നായിട്ടൊന്ന് പൊതിർന്ന് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊന്തി കിട്ടും. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഈ ഒരു ചൂടുവെള്ളത്തിന് ഇട്ട് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. ഇതുപോലെ വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 2 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 പീസായിട്ടാണ് എടുക്കുന്നത്. ചിലപ്പോൾ 3 പീസായിട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചെറുതായി പോവും. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണോ, അതിന് വേണ്ട മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് ആക്കുന്നത്. ഫ്രൈ ചെയ്താക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവും. അപ്പാലിട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല. മുളക് പൊടിയും മഞ്ഞളും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ ഗരം മസാലയും പെപ്പറും ഒന്നും വേണ്ട. സാധാ പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അങ്ങനെ ഓവറായിട്ട് അങ്ങ് പൊരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് സോയ മുഴുവനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഡീപ്പായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യുന്ന ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ സോയനെ കൊണ്ടുണ്ടാക്കിയ റെസിപ്പീസൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെ സോയ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സോയ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആവേണ്ട, ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റാം. അങ്ങനെ എല്ലാ സോയയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു കടായി വെക്കുക. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് 2 സവാള എടുക്കുക. ഞാൻ മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, വഴറ്റി കിട്ടാൻ വേണ്ടി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്. പച്ചമുളക് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വരണം കേട്ടോ. ഉള്ളി അങ്ങനെ കടിക്കാൻ കിട്ടണ്ട, നന്നായിട്ട് വാടി വരണം. ഒരു ഗ്രേവി പോലെ ആയി കിട്ടണം. അതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു തക്കാളി മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് വാടി വരണം. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ചേർത്താൽ മതി. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി മസാലപ്പൊടികൾ ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണാണ് ഇട്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. അധികം മസാലകളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
അങ്ങനെയെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. ഞാനൊരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഭാഗം എടുത്തിട്ടുള്ളൂ. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ലൊരു ചപ്പാത്തിക്കുള്ള നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ അത്യാവശ്യം ഗ്രേവി ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ സോയ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ഗ്രേവിയോടെ തന്നെ കിട്ടും, അത്ര ഡ്രൈ ആയിരിക്കില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയ എന്തായാലും ഫ്രൈ ചെയ്യാൻ നോക്കുക, ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്തോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയുള്ള സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കമൻസിലൂടെ അഭിപ്രായം പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിലൂടെ എല്ലാവരും അഭിപ്രായം പറയാം. അപ്പോൾ ഇതുപോലെ അടിപൊളി റെസിപ്പിയായി വരുന്നവരെ ബായ്.